എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഇഷ്ടമുള്ളതൊന്ന് തിരഞ്ഞെടുക്കുക. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ഒന്നാമത്തെ ഫയലായ പ്രാവിനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ നിഷ്കളങ്കതയുള്ള ഒരു വ്യക്തിയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തി ഒരുപക്ഷെ ആ വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകുമെന്നും ആ വ്യക്തിക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. അതിലധിഷ്ഠിതമായി തന്നെയാണ് ആ വ്യക്തി ജീവിക്കുന്നതും. നിങ്ങളുടെ നിഷ്കളങ്കത്വവും നിങ്ങളുടെ നിവൃത്തികേടുകളും കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തിയാണെന്നോ നിങ്ങൾ ഒരുപാട് അവഗണനകൾക്ക് പാത്രമായെന്നുമുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളെ കഷ്ടപ്പെടുത്താനോ ഇനിയും നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് സമാധാനപൂർണമായൊരു ജീവിതം ഉണ്ടാവാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആരാലും ആക്രമിക്കപ്പെടാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെടണമെന്നും ആ വ്യക്തിയുടെ കയ്യിലുള്ള എന്തും നിങ്ങൾക്ക് നൽകണമെന്നാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ സൗമ്യഭാവവും എല്ലാം ആ വ്യക്തി കൃത്യമായി ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നതോ നിങ്ങളെ മാനസികമായിട്ട് ആരെങ്കിലും വിഷമിപ്പിക്കുന്നതോ ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. എപ്പോഴും കൃത്യമായി സംരക്ഷണത്തോടുകൂടി നിങ്ങൾ കടന്നു പോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാനിടയായാൽ അതൊന്നും കണ്ടു നിൽക്കാനോ അതൊന്നും സഹിക്കാനോ ഉള്ള മനോബലമൊന്നും നിങ്ങളുടെ വ്യക്തിക്കില്ല. അപ്പോൾ വൈകാരികമായി പ്രതികരിക്കും. കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ഏത് വിഷമവും ദുഃഖവും സങ്കടവും പ്രതിസന്ധിയും സ്വന്തം സങ്കടവും പ്രതിസന്ധിയുമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ആ വ്യക്തി തകർന്നു പോകും. പലപ്പോഴും നിങ്ങൾക്കും അതറിയാവുന്നതാണ്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ അല്ലെങ്കിൽ വിഷമിച്ചാൽ വലിയ ദുഃഖം ഉണ്ടാവും. ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഒക്കെ നിങ്ങളെ വല്ലതും പറഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് വല്ല ദുഃഖം ഉണ്ടായാൽ ആ വ്യക്തി പിന്നീട് മാപ്പ് ചോദിച്ച് നിങ്ങളുടെ പുറകെ വരുന്നതായിട്ട് കാണാം. അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി തരണമെന്ന് ആ വ്യക്തി കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ വിശ്വസിക്കുന്നു. ആദ്യം നിങ്ങളെ വലിയ വിശ്വാസമൊന്നും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിഷ്കളങ്കമായ സ്വഭാവം സൗമ്യഭാവം ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയൊരു ആരാധനയുണ്ട്, സ്നേഹമുണ്ട്. ഞാനെപ്പോഴും സംരക്ഷണം നൽകും എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മാത്രമല്ല പ്രണയമുണ്ട്. നിങ്ങളെ ആ വ്യക്തിയുടെ പ്രണയത്തിൻ്റെ പാത്രമാക്കിയിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഇപ്പോൾ നിങ്ങളെ ആ വ്യക്തി പ്രണയഭാജകമായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആ വ്യക്തിക്ക് മറ്റൊരാളെ പ്രണയിക്കാനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ സങ്കല്പത്തിലൊത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിനുതകുന്ന ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ട എല്ലാം നിങ്ങളിൽ ഉണ്ട് എന്ന വ്യക്തി വിശ്വസിക്കുന്നു. അതുമാത്രമല്ല മറ്റൊരാളെ തേടി പോവുകയോ മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല. നിങ്ങളുടെ നിഷ്കളങ്കമായ സമീപനങ്ങളും സ്നേഹങ്ങളും എല്ലാം ഇഷ്ടപ്പെടുകയാണ്. എന്നെന്നും നിങ്ങൾക്കൊപ്പം ജീവിക്കണം, എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാതെ മറ്റൊരു ഓപ്ഷനും ആ വ്യക്തിക്കില്ല. നിങ്ങളെ മാത്രമാണ് ആ വ്യക്തി പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. മനസ്സിൽ ചിന്തയിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഒപ്പം ജീവിക്കണമെന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും സമാധാനപൂർണ്ണമായൊരു ജീവിതം ഉണ്ടാകുകയും ചെയ്യും. ഈശ്വരൻ അത് അനുഗ്രഹിക്കുകയും ചെയ്യും. പലപ്പോഴും മറ്റുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങളുടെ നല്ല ജീവിതം ഒരുമിക്കാൻ കുറച്ച് വൈകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അത്തരം പ്രവർത്തനങ്ങളൊന്നും വിജയിക്കില്ല. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് സൂര്യകാന്തി പുഷ്പം ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് പറയുന്നത്. മനസ്സിൽ പ്രണയമുള്ളവരാണ്. ഹൃദയത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ല.
തനിക്ക് തൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ജീവിച്ചു പോകണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടെത്തുക, എന്തെങ്കിലും തിരഞ്ഞെടുത്ത് വെക്കുക, അങ്ങനെ ഒരു ശീലമില്ല. ജീവിതത്തിൽ നാനാ തുറകളിലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയൊക്കെ ഇത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സന്തോഷപരമായി ജീവിച്ചു പോവുക, നാളത്തേക്ക് വേണ്ടി അത് വേണം ഇത് വേണം അത് എടുത്തു വെക്കണം, അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിക്കുമില്ല നിങ്ങൾക്കുമില്ല. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതം കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ധാരാളം ചിലവുകൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെയധികം ചിലവുകൾ നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ള ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഇപ്പോഴുള്ള ജീവിതം ആസ്വദിക്കുക. നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുകയോ നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ മാറ്റേണ്ടതാണ്. ഭൗതിക നേട്ടങ്ങൾ അത് കൃത്യമായി ഉപയോഗിക്കുക. ആ കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും തുല്യമായി പറ്റിച്ച് ധനവും മൂല്യങ്ങളും കവരുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വഞ്ചിപ്പിച്ചേക്കാം. നിങ്ങൾ ചിലരെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ തുല്യ ബാധ്യത കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചില ആളുകളെ അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ കാണുന്നുണ്ട്. അത് തെറ്റാണ്, അത് സൂക്ഷിക്കണം. കാരണം നിങ്ങളിൽ നിന്നും പണവും മൂല്യങ്ങളും കവർന്നെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചാൽ നിങ്ങൾക്കത് പരാജയം സംഭവിക്കും. ഇപ്പോഴുള്ള കാര്യം നടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ചില ആളുകൾ ചില ആശയങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. അത് സ്വീകരിക്കരുത്. ദൂരക്കാഴ്ചയോടെ ചിന്തിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പ്രധാന ചിന്ത എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയെ പല നിർണായക ഘട്ടങ്ങളിലും കൃത്യമായി ഉപദേശിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപദേശം സ്വീകരിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് ഗുണമില്ല എന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ട്. ഇത് ആ വ്യക്തിയുടെ മാത്രം കാര്യമല്ല, നിങ്ങളും ആ വ്യക്തിയും വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തക്കുറവ് മുതലെടുക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവർ നിങ്ങളിൽ നിന്നും മൂല്യങ്ങളും ധനവും കവർന്നെടുത്തിട്ട് നിങ്ങളെ ഒന്നുമില്ലാതെ തള്ളിക്കളയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങളെ ഇഷ്ടമാണ്, സ്നേഹമാണ്, നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയും ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കി നൽകാൻ സാധിക്കുന്നില്ല. അതിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമമുണ്ട്. കാരണം തങ്ങൾക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. അതിന് പ്രധാന കാരണം നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് ഈശ്വരനോട് ചോദിക്കുന്നില്ല. ഈശ്വരൻ നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാനൊക്കെ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ അഭാവം നിങ്ങളുടെ വിജയങ്ങളെ വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അഗമമായി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ കൃത്യമായി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. നിങ്ങളതിന് മടി കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിന് പരിപൂർണമായ ശോഭ ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ സന്തോഷകരമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥ ചിന്തയിലേക്ക് വരിക, ആത്മീയ ചിന്തയിലേക്ക് വരിക. ആ പ്രാർത്ഥനകൾ നിങ്ങളെ വിജയിപ്പിക്കും. അനാവശ്യമായിട്ട് ആളുകളെ വിശ്വസിക്കുന്ന സ്വഭാവം നിങ്ങൾ രണ്ടുപേരും മാറ്റുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. നിങ്ങളിൽ നിന്ന് നേട്ടം ഉണ്ടാക്കി നിങ്ങളെ കർമ്മനിരതരല്ലാതെ ആക്കാനായിട്ടുള്ള ചില ആളുകൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. അവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയുന്നത് നിങ്ങളൊന്നും പ്രവർത്തിക്കേണ്ട, ചെയ്യണ്ട എന്നൊക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോകണം, വിജയം ഉണ്ടാക്കണം. നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ കൊള്ളയടിക്കുവാനും നശിപ്പിക്കുവാനും നിങ്ങളിലുള്ള മൂല്യങ്ങൾ കവർന്നെടുക്കാനും നിങ്ങൾക്ക് ചുറ്റും പ്രവർത്തിക്കുന്നവർക്കെതിരെ സദാ ജാഗരൂകരാകുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിലൊന്നും ഒരു കുറവുമില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ താല്പര്യമാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയും എല്ലാം ഈശ്വരനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ഒരു ശക്തിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ ഇടയിലുള്ള പ്രണയവും നിങ്ങളുടെ ജീവിതത്തിലുള്ള സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കഴിയാകുന്ന പല മേഖലകളുമുണ്ട്, വിജയിച്ച് കീർത്തി നേടാവുന്ന. പക്ഷെ നിങ്ങളെ രണ്ടുപേരെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നു. നിങ്ങൾ വിജയിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. നിങ്ങളും തിരിച്ച് ശക്തമായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുക,
കൂടുതൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വപൂർണ്ണമായൊരു കെയറിങ്ങും സ്നേഹവും ആഗ്രഹിക്കുന്നു എന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.